ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷും അതുപോലെ സാഗറും സുജാതയും ഇരുന്ന് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. സാഗറാണെങ്കിൽ കൃഷ്ണനോട് പറയുന്നുണ്ട്, നീ നല്ലൊരു പ്രണയകഥയാണ് എന്നോട് കേൾക്കണ്ട എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പ്രണയകഥ അത്രയും നല്ലതായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ കൃഷ് പറയുന്നുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ പിന്നെ കേൾക്കാലോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, കൺമണിയുടെ കാര്യമാണെന്ന് പറയുന്നു. അതെന്താടാ, എന്ത് പറ്റി അവൾക്ക് എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാട്ടോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് പോകുന്നു. അത് കാരണം തന്നെ അവളുടെ ഏട്ടത്തിയാണ്. അവളുടെ അച്ഛന് കുറച്ച് ബാധ്യത വന്നപ്പോൾ ആ ആധാരം എടുത്ത് പണയം വെച്ചതാണ്. പക്ഷെ അത് മുതലും പലിശയായിട്ട് ഇപ്പം അടയ്ക്കാൻ പറ്റാതെ വീട് ജപ്തി ചെയ്യാൻ പോകുന്ന അവസ്ഥയിലായി. ആ പാവം പെൺകുട്ടി അതിനു വേണ്ടി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊന്ന് സഹായിക്കണം മച്ചാ എന്ന് പറയുന്നു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ദേവ്ജി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണടാ. പക്ഷേ കൺമണിയാണെങ്കിൽ നമ്മുടെ ആരുടെയും അവതാര്യം അവൾ സ്വീകരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൾക്കൊരു ലോൺ പാസ്സാക്കി കൊടുക്കണം മച്ചാ എന്ന് പറയുമ്പോൾ, അതിൻ്റെ നിയമ നടപടികൾ ഞാൻ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാടാ. അവൾക്ക് എത്രയും പെട്ടെന്ന് ലോൺ ശരിയാവുമെന്ന് പറയുന്നത്. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ മോനെ, കുറച്ച് ദിവസമായിട്ട് കൺമണിയോട് ഒരു കാരുണ്യമൊക്കെ നിനക്ക് തോന്നുന്നുണ്ടായിരുന്നല്ലോ. ആദ്യം അവളൊക്കെ കാണുമ്പോൾ വെട്ടിക്കീറാനുള്ള ദേഷ്യമായിരുന്നു നിനക്ക്. ഇപ്പം അവളോട് എന്താ സഹതാപവും ദേഷ്യവും ഒക്കെ മാറി നല്ല ഇഷ്ടമായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊന്നുമില്ല അച്ഛാ, ഞാനും അവളും നല്ലൊരു ഫ്രണ്ടാണ്. എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി അവൾ 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 കാരണം എന്നൊക്കെ പറയാട്ടോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ സുജാതയും അതുപോലെ സാഗറും നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സുജു, ഇവന് കുറച്ച് ദിവസമായിട്ട് അവളോട് ഇഷ്ടം ഉണ്ടോ എന്നൊരു സംശയം. അങ്ങനെയൊന്നുമില്ല സാഗർ. കാരണം കൺമണി നല്ല കുട്ടിയല്ലേ. പിന്നെ മാനസയും കൃഷുമായിട്ടുള്ള കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുകയല്ലേ. എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ധനലക്ഷ്മിയെ കാണിക്കുന്നുണ്ട്. വരുണുമായിട്ട് സംസാരിക്കുകയാണ്. ആധാരം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺമണി ചെയ്യുമല്ലോ. ഇനി എൻ്റെ 10 ലക്ഷം രൂപയും 101 പവനും തിരിച്ച് തന്നേക്ക് എന്ന് പറയുക ചെയ്യുന്നത്. അത് നിനക്ക് എങ്ങനെയാണ് തരുന്നത്? അത് പറ്റില്ല. മാത്രമല്ല, നിനക്ക് ഞാൻ 101 പവൻ ഈട് വെച്ചിട്ടുള്ളൊരു സംഭവം പറഞ്ഞു തരാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിന്നെ അതിനൊരു കാരണമുണ്ട്. കൺമണി നാളെ ആധാരം എടുത്തിട്ട് വേണ്ടേ? അവൾ എടുക്കില്ല. എടുക്കാൻ അവൾക്ക് സാധിച്ചില്ല. ആ ലോൺ കിട്ടിയിട്ട് വേണ്ടേ? അത് ഞാൻ മുടക്കും. അതെങ്ങനെയെന്ന് പറയുന്നുണ്ട്. BR ഡിസൈൻസിലേക്ക് വേണ്ടിയിട്ട് ഒരു പടം വരച്ചു കൊടുത്തിട്ടുള്ളത് ആരാന്നറിയോ? അത് കൺമണിയാണ്. അലികയിൽ നിന്നുകൊണ്ട് തന്നെ അലികയെ വഞ്ചിക്കുകയാണ് അവൾ ചെയ്തത്. അതിന് പ്രത്യുപകാരമായിട്ട് അവൾക്ക് 10 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വരുണ് പറയുമ്പോഴത്തേനും, നീ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അവൾ അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. അവൾ എന്നായാലും നല്ലൊരാളാണ്. അവൾ എല്ലാവരെയും കടത്തി വിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവൾ തന്നെയാണെന്ന് പറയുന്നു. എന്താ നീ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് ധനലക്ഷ്മി പറയുമ്പോൾ, ആ, ആരോടും പറയില്ലെങ്കിലും ഞാൻ പറയാം. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം കൺമണിയാണ്. അവളാണ് എൻ്റെ കൈയും കാലൊക്കെ തല്ലി ഒടിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൾ മിടുക്കിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കൺമണി അച്ഛനും കൂടി സംസാരിക്കുന്നു കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട്, മോളെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? എത്രയും പെട്ടെന്ന് നടക്കും അച്ഛാ. പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ പോയിട്ട് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പേപ്പേഴ്സൊക്കെ റെഡിയാക്കിയതിന് ശേഷം ബാങ്കിൽ കൊടുക്കണം. നാളെ തന്നെ നമുക്ക് ക്യാഷ് കിട്ടി അടച്ചതിന് ശേഷം നമുക്ക് ആധാരം തിരിച്ചെടുക്കാം. അങ്ങനെ ഈ ജപ്തി നോട്ടീസ് നമ്മൾ വരിച്ച് കീറുന്നതാണ് അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ മോൾ ആരാ ഇപ്പോൾ? അലിഗിയിലെ ചീഫ് ഡിസൈനർ. ഇപ്പോൾ ആ പേരിലായിരിക്കും അച്ഛൻ അറിയപ്പെടാൻ പോകുന്നത്. മാത്രമല്ല, അച്ഛൻ്റെ സർജറി എത്രയും പെട്ടെന്ന് തന്നെ നടക്കും. മാത്രം പിന്നീട് അച്ഛന് പണിക്കൊന്നും പോകണ്ട. ഇവിടെ ഞാനൊരു TV വാങ്ങിച്ചു തരുന്നുണ്ട്. ആ TV കണ്ട് സീരിയലോ സിനിമയോ പാട്ടൊക്കെ കണ്ട് അച്ഛൻ സുഖമായിട്ട് ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് മോളെ മനസ്സിനൊരു കുളിർമയായതെന്ന് പറയുന്നു. ഇനി അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ലയെന്ന് കൺമണി പറയാട്ടോ ചെയ്യുന്നത്. കൺമണിയുടെ കയ്യിലെ മുറിവ് കാണുമ്പോൾ എന്ത് പറ്റി മോളെ എന്ന് പറയുമ്പോൾ, ഇന്നലെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായതാണ് അച്ഛാ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ മനസ്സിൻ്റെ സമാധാനം പോയല്ലേ മോളെ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു. പിന്നീട് ധനലക്ഷ്മിയും വരുണിനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്രധാന കാരണമുണ്ടെങ്കിൽ അത് വിവരം അറിയിക്കേണ്ടവരെ അറിയിക്കുക വേണം. ഞാനൊരു നമ്പർ പറഞ്ഞുതരാം, അവരെ വിളിക്കണമെന്ന് പറയുന്നു. ആരെയാണ് എന്ന് പറയാം കേട്ടോ ധനലക്ഷ്മി. കൃഷിനെ എന്ന് പറയുന്നത്. കൃഷിനെയോ? എന്തിനാണ് അവനെ വിളിക്കുന്നതെന്ന് ധനലക്ഷ്മി ചോദിക്കുമ്പോൾ, അവനോട് കാര്യങ്ങൾ അറിയിക്കണം, എന്നാലാണ് ഇതിനൊരു കാര്യം നടക്കാനായിട്ട് പോകുമെന്ന് പറയുന്നു. അങ്ങനെ ധനലക്ഷ്മി പറയുന്നത്, ക്രിസ് സാറിനെ ഞാൻ വിളിച്ചാൽ അയാൾ ഫോൺ എടുക്കുമെന്ന് തന്നെ സംശയമാണ്. എന്നോട് ഭയങ്കര ദേഷ്യം അയാൾക്ക്. എന്തായാലും ഒന്ന് വിളിക്കുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ, ഞാൻ ഫോൺ വിളിച്ചാൽ അയാൾ എടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ കൃഷിനെ ഫോൺ വിളിക്കാട്ടോ ധനലക്ഷ്മി. സാറിനെ ഞാൻ വിളിച്ചത്, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യരുതെന്ന് പറയുന്നു.
നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൺമണിയുടെ ചേട്ടത്തി ധനലക്ഷ്മിയാണ് പറയുന്നു. അങ്ങനെ കൃഷി നല്ല വഴക്ക് പറയുകയാണ്. അച്ഛൻ്റെ സർജറി നടക്കാത്തതും കൺമണിക്ക് ഈ അവസ്ഥ വന്നത് കാരണം നിങ്ങളാണെന്ന് പറഞ്ഞ് ധനലക്ഷ്മി നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. എനിക്കറിയാം സാർ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത്, പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം സാറിനോടായിട്ട് പറയണമെന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേനും വലിയ പ്രോജക്റ്റിൻ്റെ കാര്യം സാറിൻ്റെ കൈ വിട്ട് പോയൊരു കാര്യമല്ലേ. കാരണം ആ ഒരു ഡിസൈൻ ബി ആറിന് കിട്ടിയതിൻ്റെ കാരണം എന്താണ്, അതാരാണ് അത് വരച്ചതെന്ന് സാറിന് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അതാരാണ്, അത് ഇപ്പോൾ അലിഗയിലെ ചീഫ് ഡിസൈനറായിട്ടുള്ള കൺമണി തന്നെയാണ് ബി ആറിലേക്ക് ആ ഡിസൈൻ വരച്ചു കൊടുത്തതും അതുകൊണ്ടാണ് ഡൽഹി പ്രോജക്റ്റ് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അവൾക്ക് അതിന് പ്രത്യുപകാരമായിട്ട് 10 ലക്ഷം കിട്ടുകയും ചെയ്തു. നിങ്ങളെല്ലാവരെയും അവൾ ചതിക്കുകയാണ് ചെയ്തതെന്നൊക്കെ നമ്മുടെ കൃഷ്ണനോട് പറയുമ്പോഴത്തേനും കൃഷി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന കേട്ടോ. കൺമണി അങ്ങനെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ അവൾ ചെയ്യും സർ, കാരണം അവൾ ഒറ്റ കൊടുക്കുകയാണ് നിങ്ങളുടെ അലിക്കയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. എനിക്ക് പറയാനുള്ള പറഞ്ഞു എന്നോട് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണനോട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് ലക്ഷ്മിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി ഇടയ്ക്കിടയ്ക്ക് ബലരാമൻ്റെ അനിയത്തി വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. കാരണം കൺമണിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതുകൂടെ തന്നെ സാഗറിൻ്റെ കുടുംബത്തെയും കൺമണിയെ വിളിച്ചിട്ട് കൺമണിയോട് സംസാരിക്കുന്നുണ്ട്. കുട്ടി ഇപ്പോൾ എവിടെയാണ്, പെട്ടെന്ന് തന്നെ ഒരു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അതിന് മുന്നേ തന്നെ അലിഗയിലെ ചീഫ് ആയതുകൊണ്ട് തന്നെ ഒരു കൺഗ്രാജുലേഷൻ ഉണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ചുറ്റും ശത്രുക്കളാണ് കൺമണി. ഇപ്പോൾ വിദ്യയും അതുപോലെ വരുണും അങ്ങനെ ധനലക്ഷ്മി എല്ലാം നിൻ്റെ ശത്രുക്കളാണ്. പക്ഷെ നീ അറിയാത്ത ശത്രുക്കൾ ഇനിയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നീ പോകണം. ഓട്ടോയോ അല്ലെങ്കിൽ കാറോ വിളിച്ചിട്ട് പെട്ടെന്ന് കൺമണി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും സുമിത്ര വന്നിട്ട് അങ്ങനെ സുമിത്ര വന്നതിന് ശേഷം തന്നെ ലക്ഷ്മിയുടെ തലക്കടിക്കുകയാണ്. അപ്പോൾ ഒറ്റുകാരി നീ തന്നെയാണല്ലേടി, ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഒറ്റി കൊടുക്കുന്ന നീയാണല്ലേ എന്ന രീതിയിലൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ശത്രു ഉള്ളിൽ തന്നെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യാനായിട്ട്, ചുറ്റും ശത്രുക്കളാണെന്നല്ലേ പറഞ്ഞത്. എന്തായാലും അവൾ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് കൺമണി പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ കൺമണി. പെട്ടെന്ന് തന്നെ സാഗറിനെ വിദ്യയാണെങ്കിലും എല്ലാ വിവരങ്ങളും വന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ആ ഡൽഹി പ്രോജക്റ്റിന് വേണ്ടി ഡിസൈൻ വരച്ചു കൊടുത്ത കൺമണിയാണ്. കൺമണി അലിഗയുടെ ഒറ്റുകാരിയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയമ്മയും അതുപോലെ സുജു സാഗറും നിന്ന് സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവൾ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടണം, ഇനി അവൾ ഈ കമ്പനിയിൽ നിൽക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ ആൻറ്റിയമ്മ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വേണം സാഗർ, അവളെ നിർത്തിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് സുജാത പറയുന്നുണ്ട് ഇനി നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ട സാഗർ, വിശ്വസിക്കുന്നവരെല്ലാവരും നമ്മൾ ചതിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷി ഇറങ്ങി വരുന്നത് അറിഞ്ഞോ, വിദ്യ വന്നിട്ട് അവളെ ഞാനിവിടെ കയറ്റില്ല, പക്ഷേ അവൾ തെളിവ് സഹിതം പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. കൺമണി അവൾ ഒറ്റുകാരിയാണ് അലികയുടെ എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി എന്തവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ആ കമ്പനിയിൽ നിന്ന് അവിടെ ഡിസ്മിസ് ചെയ്യണം എന്ന രീതിയിലൊക്കെ സാഗർ അവിടെ ഒരു തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. കൃഷ്ണന് ഇതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാകാം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.